ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ജഡാഭിലാഷം ആത്മാവ് ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് വിരോധമായി നമ്മിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക? അതിനെക്കുറിച്ചാണ് റോമാലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെ പൗലോസ് പറയുന്നത്. റോമർ ചാപ്റ്റർ 7 വേഴ്സ് 14 to 25. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 14 മുതൽ 25 വരെ വായിച്ചാട്ട്. ന്യായപ്രമാണം ആത്മികം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ എന്ത് വസിക്കുന്നില്ല? നന്മ വസിക്കുന്നില്ല. ഇത് രക്ഷിക്കപ്പെടാത്ത ഒരു ദൈവത്തിനെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വേല ചെയ്യുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. ചില ദൈവദാസന്മാരിത് മനസ്സിലാക്കാതെ ചിലര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ അവന്റെ അനുഭവത്തെക്കുറിച്ച് എഴുതിയതാണ്. അങ്ങനെയല്ല. പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന അനുഭവമല്ല. അത് കീഴ്പോട്ട് നല്ലവണ്ണം വായിച്ചാൽ മനസ്സിലാകും. വാസ്തവമായി തങ്ങളെ തന്നെ ആരായുന്ന ഏത് ദൈവദാസനും ഈ കാര്യം നല്ലവണ്ണം മനസ്സിലാവും. വായിച്ചാട്ട് കീഴ്പോട്ട്. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും പ്രവർത്തിക്കുന്നത് ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പ്രവർത്തിക്കുന്നത് എന്തുവാ? തിന്മയാണ്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ, ഞാൻ ആഗ്രഹിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അപ്പോൾ എല്ലാ ദൈവമക്കളിലും ജഡമാകുന്ന പാപം വസിക്കുന്നു. കർത്താവിന്റെ ദാസനായി വചനം ശുശ്രൂഷിക്കുന്ന എന്നിലും ജഡം വസിക്കുന്നു. എല്ലാ ദൈവമക്കളിലും ജഡം വസിക്കുന്നു. ഇത് മനസ്സിലാക്കണം. ജഡം എല്ലാവരിലും വസിക്കുന്നുണ്ട്. ഈ ജഡത്തിൽ നിന്ന് വിടുതലായ ഒരു മനുഷ്യരും ഈ ഭൂമിയിൽ ഇല്ല. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. എന്റെ ബുദ്ധിയോട് പോരാടുന്ന വേറൊരു പ്രമാണം. ശ്രദ്ധിച്ചോ, 2 പ്രമാണത്തിന്റെ കീഴിലാണ് നാം ആയിരിക്കുന്നത്. ഒന്ന് ജഡത്തിന്റെ പ്രമാണം, മറ്റൊന്നത് ആത്മാവിന്റെ പ്രമാണം. ജഡത്തിന്റെ പ്രമാണം, ആത്മാവിന്റെ പ്രമാണം. അത് ഞാൻ എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. ജഡത്തിന്റെ പ്രമാണം എന്റെ അവയവങ്ങളുള്ള പാപ സ്വഭാവത്തെ ബദ്ധനാക്കുന്നു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ കാര്യം വളരെ സീരിയസ് ആയി ഗൗരവമായി മനസ്സിലാക്കിയാൽ നാം നമ്മെ തന്നെ ആരാഞ്ഞ് ജഡപ്രകാരമാണോ ആത്മീയമായിട്ടാണോ ഞാൻ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഇതില്ല എങ്കിൽ നാം ആത്മീയമെന്ന് പറയുന്ന നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മീയമാണെന്ന് ചിന്തിച്ചു പോകും. ഉദാഹരണമായി, നിങ്ങൾക്കൊരു യോഗം നടത്തണമെന്ന് എല്ലാവരും കൂടെ ഒരു ചിന്തയുണ്ടായി. നമുക്കൊരു യോഗം നടത്തണം. 2 വിധത്തിലായി യോഗം നടത്താം. യോഗം നടത്തിനെ കുറിച്ച് ചിന്തിക്കാം. നിങ്ങളൊരു കൺവെൻഷൻ നടത്താനാണ്. ഉടനെ ചർച്ചിക്ക് പാസ്റ്റർ പറയും നമുക്കൊരു കൺവെൻഷൻ നടത്തണം. അപ്പോൾ ചർച്ച് കമ്മിറ്റി എല്ലാം വിളിച്ചുകൂടി. ഉടനെ പെട്ടെന്ന് ശരി, നമുക്ക് മറ്റേ ചർച്ചുകാർ നടത്തിയതിനേക്കാൾ നല്ല കൺവെൻഷൻ ആയിരിക്കണം, ഒരുക്കങ്ങൾ ഭംഗിയായിരിക്കണം, നല്ല സ്ഥലത്തായിരിക്കണം.
അപ്പോൾ അതിനുള്ള പണം എവിടുന്ന്? ഉടനെ പലരും ശരി, എൻ്റെ അമേരിക്കയിലുള്ള മകനും എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ നിന്ന് ഗൾഫിൽ പോയാൽ കുറക്കിൽ എഴുതാമല്ലോ, നമ്മുടെ സഭയുടെ കൺവെൻഷനാണല്ലോ, അവർക്കെല്ലാം കൂടെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതാണല്ലോ, അവരോട് പറയാം ഈ വർഷത്തെ കൺവെൻഷന് നിങ്ങളുടെ ഓഹരി പെട്ടെന്ന് അയച്ചു തരണം. പിന്നെ ഇന്നാരും എല്ലാം കൂടി ശരി, പണത്തിൻ്റെ കാര്യം ക്രമീകരിക്കാം. പ്രസംഗിക്കാൻ നല്ലൊരു കർത്താവിൻ്റെ ദാസന്, ഏതെങ്കിലും കഴിവുള്ള കർത്താൻ, ഇന്ന കർത്താവിൻ്റെ ദാസൻ ഇന്നടുത്ത് പ്രസംഗിച്ചത് നല്ലതായിരുന്നു, ആ കർത്താവിൻ്റെ ദാസൻ വന്നാൽ ആള് കൂടും, അദ്ദേഹത്തിന് നല്ല പ്രസക്തിയുണ്ട്, അനേകം രോഗികൾ സൗഖ്യമാകും, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ തന്നെ ധാരാളം ആളുകൾ വന്നുകൂടും. അത് തീരുമാനിച്ചു. ഇന്ന പ്രാസംഗികനും തീരുമാനിച്ചു. അതിന് സ്ഥലം നല്ല സ്ഥലമായിരിക്കണം, എല്ലാവർക്കും ഇരിക്കാനും. അതുകൂടി നോട്ടീസ് അടിച്ചു, വായിച്ചു. യോഗം നല്ല കേങ്കേമമായി നടത്തി, നല്ല പണപ്പിരിവും ഉണ്ടായി, ആർക്കും കഷ്ടവുമില്ല നഷ്ടവുമില്ല, എല്ലാം ഭംഗിയായി. കുറച്ച് രോഗികളെല്ലാം സൗഖ്യമായി. എല്ലാവരും പറയും മറ്റവരുടെ യോഗങ്ങളെക്കാൾ നമ്മുടെ യോഗം വളരെ അനുഗ്രഹമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിന് പ്രാർത്ഥനയുടെയോ ഉപവാസത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ജഡം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തരാൻ ഒരുക്കമാണ്. എന്നാൽ ആത്മാവിൽ ആണെങ്കിൽ കർത്താവേ, ഞങ്ങൾ ഈ പ്രാവശ്യം യോഗം നടത്തണമോ? യോഗമെന്ന് പറയുന്ന ഒരു ആത്മീയ യുദ്ധമാണ്. ആത്മീയ യുദ്ധത്തിന് ഞങ്ങൾ സഭയായി തയ്യാറാണോ? കർത്താവേ, ഞങ്ങളുടെ സഭയിൽ ചില അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രയാസങ്ങളുണ്ട്, ഇതെല്ലാം മാറ്റി ഞങ്ങൾ ഒന്നിച്ച് യുദ്ധം ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന ആരംഭിക്കും. അത് കഴിഞ്ഞിട്ട് കർത്താവേ, പരിശുദ്ധാത്മയെ എപ്പോഴാണ് ഞങ്ങൾ യോഗം നടത്തേണ്ടത്? ആരെയാണ്, ഏത് കർത്താവിൻ്റെ ദാസനെയാണ് വിളിക്കേണ്ടത്? ഭൗതിക കാര്യങ്ങളെല്ലാം കർത്താവെ ഞങ്ങൾ പറയാം, നീ തന്നെ നടത്തുമല്ലോ. ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഐക്യട്ടായി പൂർണ്ണമായ ആത്മീയ രീതിയിൽ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കും. എന്നാൽ ആത്മീയ രീതി നടത്തുമ്പോൾ ആൾക്കൂട്ടം വലുതായിട്ടൊന്നും വന്നെന്ന് വരികയില്ല. ജഡത്തിൻ്റെ രീതിയിൽ നടത്തുമ്പോൾ നല്ല സംഗീതം, നല്ല കൊയറും നല്ല പാട്ടുമായി കഴിയുമ്പോൾ ജഡം എന്താ പറയും, ഒടുവിൽ ജഡത്തിൻ്റെ പിതാവാരാ? ജഡത്തിൻ്റെ പിതാവാരാണ്? ഞാൻ പറഞ്ഞല്ലോ, സാത്താൻ. ജഡത്തിൻ്റെ പിതാവ് നിങ്ങളുടെ കൺവെൻഷൻ നടത്തിയത് ഞാനാണ്, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കൺവെൻഷൻ നടത്തി തന്നത് ഞാനാണ്. നമ്മൾ പറയും ദൈവത്തിൻ്റെ ആത്മാവാ നടത്തിയെന്ന്. അത് നടത്തിയതാരാ? സാത്താൻ. സിംഹാസനസ്ഥനായി ഇരുന്നതാരാ? അതിനകത്ത് സ്റ്റേജിൽ ഇരുന്നതാരാ? സാത്താൻ. അപ്പോൾ നമ്മൾ പോയി ചീഫ് മിനിസ്റ്ററെ വിളിച്ചു, ചീഫ് മിനിസ്റ്ററും വന്നു, IG-യും വന്നു. അപ്പോഴെന്തോ ഒരു ഉണർവായെന്നറിയാമോ? അപ്പോൾ സാത്താൻ പറയും, കണ്ടോ, ഇത് നടത്തിയത് മുഴുവൻ ആരാണ്? ഞാൻ. ദൈവമക്കളെല്ലാം വിചാരിക്കുന്നതാണ്, എല്ലാ വർഷത്തെക്കാളും ഈ വർഷത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹമായിരുന്നു. ചീഫ് മിനിസ്റ്റർക്ക് വരാൻ സമയമില്ലാതിരുന്നിട്ടും 10 മിനിറ്റെങ്കിലും അദ്ദേഹം വന്നിരുന്നു. ഒടുവിൽ അദ്ദേഹം പോകുന്നേരം ഒരു ഹല്ലേലൂയായും പറഞ്ഞേച്ചാ പോയത്. അപ്പം ചീഫ് മിനിസ്റ്റർ സ്റ്റേജിലിരുന്ന് ഹല്ലേലൂയ എന്നൊന്ന് പ്രാവശ്യം പറഞ്ഞാൽ ദൈവമക്കളെല്ലാം ആത്മാവിൽ നിർത്താൻ തുടങ്ങും. കണ്ടോ, ആരുടെ വായിൽ നിന്ന് ഹല്ലേലൂയ വരുന്നത്? ചീഫ് മിനിസ്റ്ററുടെ വായിൽ നിന്ന്. അങ്ങനെയുള്ള നിലയിൽ ദൈവസഭ താണുപോയി വേർപെട്ടിരുന്ന ദൈവസഭ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ദൈവസഭ ഇന്ന് 99% 99.9 എങ്ങനെയായിപ്പോയി? ജഡത്തിലായിപ്പോയി. ആത്മാവിൽ ആരംഭിച്ചത് എങ്ങനെയായിരിക്കുക? ജഡത്തിൽ ആയിത്തീർന്നിരിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മുടെ സഭയുടെ പ്രശ്നം. ഈ ബൈബിൾ ക്ലാസ് ഇപ്രകാരം നടത്തുന്നതിൻ്റെ കാരണം ഈ ജഡത്തിൽ നിന്ന് ദൈവസഭയ്ക്കൊരു വിടുതലുണ്ടാകുക, കുറച്ച് ആത്മാക്കളെ കൊണ്ടുവരാനല്ല. ഈ ജഡത്തിനകത്തോട്ട് ആത്മാക്കളെ കൊണ്ടുവന്നാലും അവരെങ്ങനെയുള്ളവരാ? അവരുമെല്ലാം ജഡത്തിൽ തന്നെ. അപ്പൊ സാത്താൻ അറിയാം ഈ വചനമായി ഇവിടെ പറയാൻ പോകുന്നു. അതുകൊണ്ട് വരണമെന്ന് ആഗ്രഹമുള്ളവരുടെ വീട്ടിലെല്ലാം സാത്താൻ പോയി, അവൻ്റെ ദൂതന്മാർ പോയിട്ട് എന്തെങ്കിലും തടസ്സം, ആരെങ്കിലും വിരുന്നുകാർ വരിക, ആരെങ്കിലും മറ്റുള്ളവർ വരിക, ആരെങ്കിലും വരുന്ന വഴി വേദന ഉണ്ടാകുക, അല്ലെങ്കിൽ നടുവിന് വേദന ഉണ്ടാകുക, അങ്ങനെ എങ്ങനെയെങ്കിലും ഓരോരുത്തരെ തടസ്സപ്പെടുത്തി നിർത്തിയിരിക്കുക.
കാരണം ഈ സത്യം അവരറിഞ്ഞാൽ പിന്നെ അവന്റെ കൂടെ പൊളിയും. എങ്കിലും നിങ്ങൾ ഇത്രയും പേർക്കെങ്കിലും വരാനൊത്തല്ലോ. നിങ്ങൾ ഇത്രയും പേരെങ്കിലും വരാൻ. ഇന്ന് ഇവിടെ ഒരു ജഡത്തിന്റെ ആളുണ്ടെങ്കിൽ സാത്താൻ എല്ലാ വീടുകളും പോയി പോ പെട്ടെന്ന് യോഗത്തിന്റെ സമയമായില്ലയോ. സാത്താൻ തന്നെ എന്ത് ചെയ്യും? എല്ലാവരും പറയും നിങ്ങൾ പെട്ടെന്ന് പോ യോഗത്തിന്റെ സമയമായില്ല. എല്ലാവരും കൂടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു പോകും. വണ്ടികൾ ക്രമീകരിച്ച് എല്ലാവരും കൂടെ വന്നങ്ങ് ആളങ്ങ് നിറയും. കാരണം അവനറിയാം ഇങ്ങനെ കാണിച്ചാൽ ജനങ്ങൾ മനസ്സിലാക്കി ഇതാണ് ഉണർവ്. സാധാരണ എല്ലാവരും പറയാറുള്ളതല്ലേ, ഹാളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നിനക്കറിയാം എത്ര നല്ല യോഗമായിരുന്നു, അവിടെ അങ്ങ് ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. എത്ര ദൂരത്ത് നിന്നാണ് ആളുകൾ വന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ എല്ലാവരും എന്തായിത്തീരും? ആത്മാവിൽ അന്യഭാഷ പറയാൻ തുടങ്ങും. പക്ഷെ അത് ഏത് ആത്മാവിലാണെന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. വചനപ്രകാരം മാത്രമേ ദൈവം കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രമാണത്തിന് യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ജഡം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നല്ലവണ്ണം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇനിയും റോമാലേഖനം 8:4 മുതൽ 9 വരെ ഒന്ന് വായിച്ചാൽ. റോമാലേഖനം 8:4 മുതൽ 9 വരെ. ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും. ഇത് ദൈവസഭയ്ക്ക് എഴുതുന്ന കത്താണ്. അപ്പൊ ദൈവസഭയിൽ 2 വിധം ആളുകളുണ്ട്. ഒന്നാരാണ്? ജഡസ്വഭാവമുള്ളവർ, ഒന്ന് ആത്മസ്വഭാവം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചവരിൽ എത്ര ആളുകളുണ്ട്? എത്ര ഗ്രൂപ്പുണ്ട്? 2. ഒന്ന് ജഡസ്വഭാവമുള്ളവർ, മറ്റേത് ആത്മസ്വഭാവമുള്ളവർ. 2 കൂട്ടരുണ്ട്. ജഡത്തിന്റെ ചിന്ത മരണം, ജഡത്തിന്റെ ചിന്ത ഒടുവിൽ മരണത്തിലേക്ക്, ദൈവത്തിൽ നിന്ന് അകലത്തേക്ക് നയിക്കുന്നു. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിൽ ചിന്തിക്കുന്ന എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡം ഒരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുത്തില്ല. കാരണം അത് ആരുടെ സന്താനമാണ്? സാത്താന്റെ സന്താനമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുകയില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. അതിന് കീഴ്പ്പെടാൻ കഴിയില്ല. അവന്റെ സന്താനമല്ല, ദൈവത്തിന്റെ സന്താനമല്ല, സാത്താന്റെ സന്താനം. അതെങ്ങനെ കീഴ്പ്പെടും? കീഴ്പ്പെടാൻ കഴിയുകയുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല. ഹല്ലേലൂയ. നിങ്ങളോ? ജഡസ്വഭാവമുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. നാം ചിലപ്പോൾ ചിന്തിച്ചു പോവും, ഞാൻ അന്യഭാഷ പറയുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആരാണ്? ജഡസ്വഭാവമുള്ളവനല്ല. ആരാണ്? ആത്മസ്വഭാവം. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വന്നവരെന്നല്ല എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവർ. ആരിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു? ഉദാഹരണം, ബ്രദർ തോമസ്, കർത്താവിന്റെ ദാസൻ തോമസ് ഇവിടെയുണ്ട്. ഞാൻ തോമസ് കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഒരു അതിഥിയായി പോയി. 3-4 ദിവസത്തേക്ക് ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ബില്ലുകാരൻ ഇലക്ട്രിസിറ്റി ബില്ലും എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതിഥിയായ ഞാൻ പോയി മറുപടി കൊടുക്കുമോ? താമസിക്കുന്ന തോമസ് സഹോദരൻ മറുപടി കൊടുക്കുമോ? തോമസ് സഹോദരൻ തന്നെ. ഏതെങ്കിലും കാര്യങ്ങൾ വന്നാൽ അപ്പൊ ആളുകൾ പറയും, ഇന്ന വീട്ടിൽ താമസിക്കുന്നത് ആരാണ്? തോമസ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്?
തോമസ്. അതിഥിയായി ചെന്ന ഞാനാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നെങ്കിൽ ആളുകൾക്ക് മനസ്സിലാകും, ഓ തോമസ് ഇവിടുന്ന് അങ്ങ് പോയോ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചോ? അതിഥിയായി ചെന്ന ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ ആള് പറയും, ഓ എന്നോട് തന്നെ തോമാച്ചൻ ഇവിടുന്ന് അങ്ങ് പോയോ. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ആരാ പ്രവർത്തിക്കേണ്ടത്? നാമല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ആര് വസിക്കുന്നു? പരിശുദ്ധാത്മാവ്. നമ്മൾ വിചാരിക്കുന്ന പരിശുദ്ധാത്മാവ് വന്നു 2 അന്യഭാഷ, ഞായറാഴ്ച പാട്ട് പാടി 2 അന്യഭാഷ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അല്ല സഹോദരങ്ങളെ, നമ്മുടെ സകല കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കണം? പരിശുദ്ധ. അപ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗസ്റ്റായിട്ട് വന്നെന്നല്ല, വസിക്കുക എന്നുള്ളതിന്റെ അർത്ഥം പൂർണ്ണമായി കൺട്രോൾ എടുത്ത് നടത്തുക. അപ്പോൾ പിന്നെ തോമസിന്റെ വീട്ടിൽ ഞാൻ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാണ്, പിന്നെ ആര് പറയും ഇത് തോമസിന്റെ വീടല്ല, ആയിരുന്നു തോമസിന്റെ വീടായിരുന്നു, ഇപ്പൊ ഇത് ശാമുവേലിന്റെ വീടാ. ഇത് തോമസിന്റെ വീടായിരുന്നു, ഇപ്പോഴിത് ആരുടെ വീടാ? അതാണ് 2 കൊരിന്ത്യർ എഴുതാട്ട്. 2 കൊരിന്തി 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണെന്ന് തോന്നുന്നു. എന്നിൽ വസിക്കുന്നത് ഞാൻ, ക്രിസ്തു അത്രേ എന്നിൽ വസിക്കുന്നു. ഞാൻ അതെ, ഇനി ഞാൻ ജീവിക്കുന്നത് എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ. 5 ക്ഷമിക്കണം, എന്നെ ഓർമ്മശക്തി കുറച്ച് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ. കൊരിന്ത്യരല്ല, ഗലാത്യർ 2:20. ശരി, ക്ഷമിക്കണം, ഗലാത്യർ 2:20 വായിച്ചാട്ടെ. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കണേ. തോമാച്ചന്റെ വീട്ടിൽ ഞാൻ ചെന്ന് താമസം തുടങ്ങി. തോമാച്ചൻ, കർത്താവിന്റെ ദാസൻ തോമാച്ചന്റെ വീട്ടിൽ ചെന്ന് ഞാൻ, അതിനു മുമ്പ് തോമാച്ചനായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആളുകൾ എന്ത് പറയും? തോമാച്ചൻ ഇവിടുന്ന് സ്ഥലം മാറി, അല്ലെ തോമാച്ചൻ പോയി, ആ തോമാച്ചന്റെ വീട് ഇപ്പൊ ആരുടെ കയ്യിലായി? ശാമുവേലാണ് ഇപ്പൊ അവിടെ വസിക്കുന്നത്. അങ്ങനെ പറയില്ലയോ? അതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറയാൻ കഴിയും? ആര് വസിക്കുന്നു? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നു? എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലായി? നമ്മളിൽ ആത്മാവ് വന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എന്താണ്? ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ഇപ്പോൾ ആര് ജീവിക്കുന്നു? ക്രിസ്തു ജീവിക്കുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന അനുഭവം വരുന്നത് വരെ നമ്മിൽ എന്ത് പ്രവൃത്തി കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്? ജഡത്തിന്റെ പ്രവൃത്തി. ഇത് മനസ്സിലാക്കാതാണ് ആത്മാവിൽ ആരംഭിച്ചത് എവിടേക്കായി പോകുന്നത്? ജഡത്തിലേക്കായി പോകുന്നത്. അങ്ങനെ ദൈവസഭ വളരെ വേഗത്തിൽ ജഡത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യോഗങ്ങൾ ഭംഗിയായി നടക്കുന്നു, ഉണർവുകൾ ഭംഗിയായി നടക്കുന്നു, പാട്ടുകൾ നന്ദിയായി കിടക്കുന്നു, ആയിരങ്ങളായിട്ട് സഭയിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോഴെല്ലാം ഇതെന്തോ ഒരു അനുഗ്രഹമാണ്. ഇന്ന് ദൈവസഭയിൽ 2 വിധ നടക്കുന്നുണ്ട്. ഒന്ന്, അത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം എടുത്താട്ട്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24.
അതിന്റെ 24 മുതൽ വായിച്ചാട്ട്. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. മത്തായിയുടെ സുവിശേഷം അത് തന്നെ വായിച്ച് 13:24 മുതൽ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. ഞാറു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചുകൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ കോതമ്പ് കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരുടെ മുമ്പേ കള പറിച്ചു കെട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും കോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയിൽ കളയും നല്ല വിത്തും ഒരുപോലെ ഒന്നിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവാണ്. നല്ല വിത്ത് വിതയ്ക്കപ്പെടുന്നുണ്ട്, കളയും വിതയ്ക്കപ്പെടുന്നുണ്ട്. ഇന്ന് ദൈവസഭയിലുള്ളതായ കൂടി വന്നിരിക്കുന്നതായ ദൈവമക്കളെ കുറിച്ച് നോക്കിയാൽ ആത്മീകമായി മുന്നേറണം എന്നുള്ള ആഗ്രഹമുള്ളവരുമുണ്ട്, ഭൗതികമായിട്ട് ഒന്ന് മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരും ഉണ്ട്. ഈ ഭൗതികമായി മെച്ചപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരുടെ സാക്ഷിയിലും എല്ലാം ഈ പ്രയാസങ്ങളൊന്ന് മാറ്റിക്കിടണം, ഈ പ്രയാസങ്ങളൊന്ന് മാറ്റിക്കിടണം, ഈ പ്രയാസങ്ങളൊന്ന് മാറ്റിക്കിടണം എന്നുള്ള പ്രാർത്ഥനയാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. എന്നാൽ ആത്മീകമായി വരണമെന്നുള്ളവരുടെ പ്രാർത്ഥന വേറൊരു രീതിയിലാണ്. അപ്പോൾ കളയും പതിരും രണ്ടും കൂടെ ഒന്നിച്ചാണ് ഇന്നിപ്പോൾ ദൈവസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കളയും പതിരും. ഇത് മനസ്സിലാക്കാതെ നാം ചിലപ്പോൾ കൂടുതൽ സന്തോഷിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ കളയ്ക്ക് എന്തോ ആവശ്യം, എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം കഴിയണം. നല്ല വിത്തിന്റെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും ഞാൻ ഫലം കായ്ക്കണം. രണ്ടാണ്. കള എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടക്കണം. നല്ല വിത്തിന്റെ ആഗ്രഹം എന്താണ്? എങ്ങനെയെങ്കിലും ഞാൻ എന്ത് ചെയ്യണം? ഫലം കൊടുക്കണം. കള കിട്ടുന്നതെല്ലാം തനിക്ക് വേണ്ടി ഭക്ഷിച്ച് നല്ല ബലത്തോടെ നിൽക്കും. നിങ്ങൾ ഈ കളയും പതിരുമുള്ള വയലിൽ ചെന്ന് നോക്കിയാൽ തല പൊക്കി നിൽക്കുന്നത് ആരാണ്? കളയോ പതിരോ? പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? ഞാൻ ശ്രദ്ധിച്ചിട്ട് ഇത് പഠിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. കളയാണെങ്കിൽ തല പൊക്കി ഇങ്ങനെ ധൈര്യമായിട്ടങ്ങ് നിൽക്കും. പതിരാണെങ്കിൽ വളഞ്ഞിങ്ങനെ കിടക്കും. അങ്ങനെയാണോ? ആ പതിരിന് കളയ്ക്ക നല്ല വിത്തിനാണെങ്കിൽ ആ വിത്തിന്റെ ഭാരം കൊണ്ടൊന്നും തല പൊക്കി നിൽക്കാൻ അതിന് കഴിയില്ല, അത് താഴെ നിൽക്കും. എന്നാൽ കളയാണെങ്കിൽ തല പൊക്കി നല്ല ധൈര്യത്തോടെ അങ്ങ് നിൽക്കും. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ? കതിരിനാണെങ്കിൽ അതിൻ്റെ സ്വന്തം കാര്യം മതി, ഞാനിവിടെ നിന്നാ മതി. എന്നാൽ നല്ല വിത്തിനാണെങ്കിൽ വല്ല വിധത്തിലും ഫലം പുറപ്പെടുവിക്കണം. ഈ കതിരിന് കിട്ടുന്ന വളം എല്ലാം കൂടെ എടുത്ത് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തന്നെ ഭക്ഷിച്ച് അതിൻ്റെ ഇലകളെല്ലാം എന്തായിത്തീരും? നല്ല ബലമായിട്ട് കാണും. എന്നാൽ നല്ല വിത്താണെങ്കിൽ കിട്ടുന്നത് അല്പം മാത്രമായ ഇലയ്ക്ക് വേണ്ടി കൊടുത്തും ബാക്കി മുഴുവനും എന്തിനു വേണ്ടി? ഫലത്തിന് വേണ്ടി. ഇങ്ങനെ ദൈവസഭയിലുണ്ടോ ആളുകൾ? നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. ഇന്ന് പറഞ്ഞാട്ടെ, ദൈവസഭയിൽ കതിരും പതിരും ഉണ്ടോ? നിങ്ങളുടെ സഭകളെ ഒന്ന് നോക്കിയിട്ട് ഇന്നാര് കതിര് ഇന്നാര് പതിരെന്ന് പറയാനല്ല, നിങ്ങളുടെ സഭയിൽ കതിരും പതിരും ഉണ്ടോ? എല്ലാം കൂടെ ഒന്നിച്ചൊത്തു വളരുകയല്ലേ ചെയ്യുന്നത്? കതിരും പതിരും. പതിരിന് കിട്ടുന്നതെല്ലാം ഇനിയും താ എന്തിനു വേണ്ടി? എന്നാൽ നല്ല വിത്ത് എന്താണ്? എനിക്ക് ലഭിക്കുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം? ഫലം പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ.
ഇതാണ് ജഡത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. രണ്ട് വിധത്തിലുള്ള വ്യത നടക്കുന്നുണ്ട്. ഒന്ന്, പതിരിനെ വിതയ്ക്കുന്നു. പതിരിനെ വിതയ്ക്കുന്ന എന്താണ്? ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന പ്രസംഗം, ജഡത്തെ സന്തോഷിപ്പിക്കുന്ന, ജഡത്തിന് ആശ്വാസം കൊടുക്കുന്ന പ്രസംഗം. എങ്ങനത്തെ പ്രസംഗങ്ങളാണ്? ജഡത്തിന് ആശ്വാസം കൊടുക്കുന്നത്, ജഡത്തിന് സന്തോഷം കൊടുക്കുന്നത്. എന്നാൽ മറ്റേതെന്താണ്? മനസാക്ഷിയെ കുത്തുന്നതായ പാപത്തെക്കുറിച്ച് പറഞ്ഞ് മനസാക്ഷിയെ കുത്തി അവൻ പാപിയാണ്, ഞാൻ തെറ്റുള്ളവനാണ് എന്ന് തന്നെത്താനെ ഏൽപ്പിക്കുന്നതായ വചനം. ഈ രണ്ട് വചനത്തിൽ ആത്മീയർക്ക് ആ ആത്മാവിനെ കുത്തുന്ന വചനം നല്ലതായിട്ട് തോന്നും. ജഡീയർക്ക് ഇതാണോ കേൾക്കാൻ വന്നത്, ഇതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ആ ദൈവസഭ വളരെ ശക്തിയോടെ ജഡത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തിയോടെ, ചെറിയ ശക്തിയിലല്ല, വളരെ ശക്തിയോടുകൂടെ ദൈവസഭ ജഡത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗലാത്യർ 5:24 വായിച്ചാട്ട്. ഗലാത്യർ 5:24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ എന്ത് ചെയ്യുന്നു? ക്രൂശി എന്ന് പറഞ്ഞാൽ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ അവരെന്ത് ചെയ്യുന്നില്ല? ഒരുങ്ങുന്നില്ല. ജഡത്തെ ഒരു കൂട്ടിനകത്ത്, സിംഹത്തെ കാഴ്ച ബംഗ്ലാവിലൊക്കെ വെച്ചിരിക്കുന്ന എവിടെയാ? അഴിച്ചുവിട്ടിരിക്കുകയാണ്. അഴിച്ചുവിട്ടാൽ കാണുന്നവരെല്ലാം വലിച്ചു കയറുക. അതിനെ കേജിനകത്ത് അതിനുള്ള കമ്പിവേലിയൊക്കെ കെട്ടി അതിനകത്ത് വെച്ചിരിക്കുക. അതുപോലെ നമ്മുടെ ജഡം എവിടെ വസിക്കണം? അതിൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്താൻ ഇടയാക്കാതെ. ഇതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ പോരാട്ടം. ഇതാണ് വാസ്തവത്തിൽ ഒരു ദൈവത്തിന്റെ യുദ്ധം. ആ യുദ്ധം വെളിയിലല്ല നടക്കുന്നത്. യുദ്ധം എവിടെയാ നടക്കുന്നത്? അകത്ത്. എവിടെയാ? ആത്മാവും ജഡവും. ആത്മാവും ജഡവും. ഇന്ന് അനേകരെ ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. ആത്മാവും ജഡവും. ജഡത്തിനാണെങ്കിൽ പുകഴ്ചയാണ് വേണ്ടിയത്. ആത്മാവിന് എനിക്ക് ദൈവത്തെ പോലെ ആയിത്തീരണം. ഈ യുദ്ധത്തിൽ അനേക ദൈവമക്കൾ കാര്യം മനസ്സിലാക്കാതെ ആകുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 14-15 വായിച്ചാൽ. ലോകത്തെയും പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ 1 യോഹന്നാൻ 2:15-15. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ഇങ്ങനെ ജഡത്തിൽ നിന്നുള്ളതെല്ലാം എന്താണ്? ലോകത്തിലുള്ളതെല്ലാം ആരുടെയാവുന്നു? ജഡമോഹം, കൺമോഹം, ജീവന്റെ പ്രഭാവം. ഇതെല്ലാം എവിടുന്ന് വരുന്നതാ? ഇതാർക്കെഴുതിയതാ? ദൈവമക്കൾക്ക് എഴുതിയതാ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ദൈവമക്കൾ ജയിക്കണം. അത് ജയിക്കണമെങ്കിൽ ജഡത്തെ എന്ത് ചെയ്യണം? ക്രൂശിക്കണം. ജഡത്തെ ക്രൂശിക്കാനുള്ള മാർഗം എന്താണ്? അതിനാണ് കർത്താവ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 7:13-14. മത്തായിയുടെ സുവിശേഷം 7:13-14. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. ഇടുക്കുവാതിലിൽ കൂടെ അകത്ത് കടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഇടുക്കുവാതിൽ, അതിന്റെ ശരിയായ തർജ്ജമ ഗ്രീക്കിലെല്ലാം നോക്കുകയാണെങ്കിൽ വാതിലിൽ തടസ്സം വെച്ചിരിക്കുന്ന വാതിൽ.
നിങ്ങൾ കാണും ഈ പാർക്കിലൊക്കെ ചെറിയ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ആ ഗേറ്റിനകത്ത് ചില പശുക്കളൊന്നും അകത്ത് കയറാതിരിക്കാൻ വേറൊരു രീതിയിൽ ഒരു ഗേറ്റുമില്ല, ഇടയ്ക്ക് തടസ്സം പോലെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറി അങ്ങനെ തിരിഞ്ഞ് അകത്ത് കയറാൻ ഒക്കെയുള്ളൂ. തടസ്സം വെച്ച് എന്തിനാണ്? മനുഷ്യർ തിരിഞ്ഞു കയറി പോകട്ടെ, പശുക്കളും കാളയൊന്നും അതിനകത്ത് കയറരുത്. നിങ്ങൾ അങ്ങനെ കണ്ടു കാണുമല്ലോ. അതുപോലെ കർത്താവിന്റെ രാജ്യത്തിലേക്ക് വരുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങളെല്ലാം കൊണ്ട് അകത്ത് വരാതെ അതെല്ലാം വെളിയിലിട്ടിട്ട് അകത്ത് കയറണം. നാം പലപ്പോഴും ചിന്തിക്കാൻ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഞാൻ ഇടുക്കുവാതിൽ കൂടെ കയറിയിരിക്കുകയാണെന്ന് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ, അങ്ങനെയല്ല. അനേക ലക്ഷക്കണക്കിന് ദൈവദാസന്മാരും ഇന്ന് ഇടുക്കുവാതിന് വെളിയില. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച അനേക ലക്ഷം ദൈവമക്കളും ഇന്ന് എവിടെയാണ്? ഇടുക്കുവാതിലിന് പറയാണ്. ഈ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതെല്ലാം ഇടുക്കുവാതിൽ കൂടെ പ്രവേശിക്കാനുള്ള ഒരുക്കമാണ്. ഇപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ച ഇടുക്കുവാതിൽ കൂടെ പോവുകയാണെന്ന് ചിന്തിക്കരുത് സഹോദര. പറയുന്ന മനസ്സിലായോ? ഇടുക്കുവാതിലിൽ കൂടെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇടുക്കുവാതിൽ കൂടെ കയറി. അങ്ങനെയല്ല. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, ഹല്ലേലൂയ, ഓരോ ആഗ്രഹങ്ങളും ഇപ്പുറത്തിട്ടിട്ട് അപ്പുറത്തേക്ക് പോകുന്നവരാണ് ഇടുക്കവും. പിന്നെ വഴി ഞെരുക്കം. ഞെരുക്കം അതിന്റെ ശരിയായ പദം പറഞ്ഞാൽ ഹർട്ടിങ് പാത്ത്, മുറിവ് കൊള്ളുന്ന വഴി. ആ പാതയിൽ കൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പാദങ്ങളിൽ എന്താകും? മുള്ളുകൾ കൊണ്ട് മുറിവേൽക്കും. ആ പാതയിൽ കൂടെയാണ് പോകുന്നത്. ആ പാതയിൽ എത്ര പേര് പോകുന്നുണ്ട്? ഇന്ന് നമ്മുടെ പൊതു വലിയ സഭകളെ നോക്കിയാൽ, നിങ്ങളുടെ സ്വന്തം സഭകളെ നോക്കിയാൽ, ഇടുക്കുവാതിലിൽ കൂടെ, ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകുന്ന എത്ര പേരുണ്ട്? ഈ ഞെരുക്കമുള്ള വഴി എന്ന് പറയുന്നത് പണമില്ലാത്തവരെന്നല്ല. ഇപ്പോൾ വീടൊന്നുമില്ല, വല്ല റോഡ് സൈഡിലോ ഒക്കെ ചെറിയ ചെറ്റക്കുടിയിൽ താമസിക്കുന്ന ഒരാളെന്ന് വിചാരിച്ചാട്ട് നിങ്ങൾ വിചാരിക്കും വരെ ഞെരുക്കമുള്ള വഴിയിൽ കൂടെ വന്നു. അല്ല, ഞെരുക്കമുള്ള വഴിയിലല്ല. അദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപ കൊടുത്താട്ട്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്താട്ട്, അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? വാങ്ങിക്കാവുന്നതെല്ലാം മേടിച്ചു കൂട്ടും. പണമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ ഞെരുക്കമുള്ള വഴി എന്ന് പറയുകയല്ല. നമ്മുടെ ആഗ്രഹങ്ങളെ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിൽ കൂടെ വിടുന്നവർ മാത്രം എവിടെ പോകും? ജീവങ്കിലേക്ക്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കാര്യമായില്ല, സ്നാനപ്പെട്ടതുകൊണ്ട് കാര്യമായല്ല, പശുത്താത്മാവ് പ്രാപിച്ചതുകൊണ്ട് കാര്യം ആയില്ല. ജീവങ്കൽ എത്തിച്ചേരണമെങ്കിൽ ഏത് പാതയിൽ കൂടെ പോകണം? ഇടുക്കവും ഞെരുക്കും. അതെന്തിനാണ് ഇടുക്കവും ഞെരുക്കും? നമ്മുടെ ജഡത്തെ എന്ത് ചെയ്യണം? ഇടുക്കി ഞെരുക്കി വെക്കണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 9:26 വായിച്ചാട്ട്. 1 Corinthians 9:26. 1 Corinthians 9:26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. 27. ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. എന്റെ ശരീരത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.